RRB NTPC എക്സാമിന് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിൽ ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണം ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ എന്താ പറയാ റീസണിംഗിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള അനലോഗിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അനലോഗിയിൽ മെയിൻലി നമുക്ക് എന്താണ് ലെറ്റേഴ്സ്, വേർഡ്സ്, അതേപോലെ തന്നെ നമ്പേഴ്സ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി അനലോഗിയിൽ ഡീൽ ചെയ്യാനുള്ളത്. ലെറ്റേഴ്സ്, വേർഡ്സ്, അതേപോലത്തെ നമ്പേഴ്സ്. അപ്പം നമ്മൾ റീസണിംഗിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ബേസിക്കലി ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ നേരത്ത് ലെറ്റേഴ്സ്, ഇതിലിപ്പോ നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ലെറ്റേഴ്സിന്റെ അനലോഗി നമ്മൾ പഠിക്കും, ലെറ്റേഴ്സിനെ പറ്റിയിട്ട് പഠിക്കും. ലെറ്റേഴ്സ് അതുപോലെ തന്നെ ലെറ്റേഴ്സ് ചേർന്നാണ് വേർഡ്സ് ഉണ്ടാവുന്നത്. ഇപ്പൊ വേർഡ്സിന്റെ പഠിക്കും, അതേപോലെ തന്നെ നമ്പേഴ്സിന്റെയും അനലോഗി പഠിക്കും. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്താണ് ബേസിക്കലി അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഡിഫറൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻലി സിമിലാരിറ്റീസ് ആയിരിക്കും. അപ്പൊ ഇപ്പം ലെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് പോലെ സിമിലർ ആയിട്ടുള്ള ആ ഒരു എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ അതേപോലത്തെ ആ സിമിലർ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പൊ ഇങ്ങനെയാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വരിക. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ in the same way as the second letter cluster is related to the first letter cluster. അതായത് ഇപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ ഞാനിപ്പോ MAKE എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ മേക്ക് എന്ന് പറയുന്നത് നമുക്ക് അതിനെ AEKM എന്ന് എഴുതാം. സോ ജസ്റ്റിനെ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിനെ നമുക്ക് ഇതേപോലെ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരെ. അപ്പൊ MAKE അവര് AEKM എന്ന് എഴുതി. അപ്പൊ ജസ്റ്റിനെ എങ്ങനെ എഴുതും? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ലെറ്റേഴ്സിനെ വെച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലെറ്റേഴ്സിന് ഒരു പ്ലേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ABCD നമുക്കറിയാം 26 ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പൊ ആൽഫബറ്റ്സിന്റെ എന്ത് എഴുതും? നമ്മൾ ആൽഫബറ്റ്സിന്റെ പ്ലേസ് വാല്യൂ എഴുതും. അപ്പൊ Aയുടെ പ്ലേസ് വാല്യൂ എന്താണ്? 1 ആണ്. അതേപോലെ Bയുടെ 2 ആണ്. അങ്ങനെ നമ്മൾ ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരുടെ റിലേഷൻസ് മോസ്റ്റ്ലി കണ്ടുപിടിക്കാം. അപ്പൊ 3 തരത്തിലാണ് റിലേഷൻസ് വരാം. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ പ്ലേസ് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്ലേസ് വാല്യൂ എഴുതി കഴിയുമ്പോൾ നമുക്ക് ചെറിയ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലേസ് വാല്യൂ എഴുതിയിട്ട് നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും ലെറ്റേഴ്സിനെ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തത് എങ്ങനെയായിരിക്കും? വവൽസിനെ ഒക്കെ വെച്ച് ഓർഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വവൽസും കൺസണൻസും വെച്ചിട്ട് എന്ത് ചെയ്യും? ഓർഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ലെറ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്, ഓക്കെ, പ്ലേസ് വാല്യൂ എഴുതി നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ, അതോ റിവേഴ്സ് ഓർഡറിലാണോ, അതോ വവൽസ് വെച്ചിട്ടാണോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇങ്ങനെ ABCD തൊട്ട് Z വരെ എഴുതി വെച്ചിട്ടാണോ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക? അല്ല. ദാറ്റ് ഇസ് നമ്മുടെ സമയം പോകും. നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, 100 ക്വസ്റ്റ്യൻസിന് ആകെ 90 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോ നമുക്ക് സമയം വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ റീസണിങ് ക്വസ്റ്റ്യൻസിന് വേഗം നമ്മൾ ആപ്റ്റിറ്റ്യൂഡിനെ കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്കൻഡ്സിൽ ആൻസർ കിട്ടിയിട്ട് വേണം എന്താണ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് പോവാനായിട്ട്. അപ്പൊ പ്ലേസ് വാല്യൂ നോക്കാൻ നേരത്ത് ഇപ്പൊ Aയുടെയും Bയുടെയും ഒക്കെ നമുക്ക് അറിയാം അല്ലെ? Aയുടെയും Bയുടെയും നമുക്കറിയാം. Aയുടെ 1 ആണ്, Bയുടെ 2 ആണ്, Cയുടെ 3 ആണ്. ഇനി ഇത് പഠിക്കാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ഈ ജ്യോതി എന്ന് ആലോചിക്കാം. EJOTY. ഈ ജ്യോതി എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലെറ്റേഴ്സ് 5ന്റെ മൾട്ടിപ്പിൾസിലാണ് പോകുന്നത്. അതായത് Eയുടെ പ്ലേസ് വാല്യൂ 5 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 15 ആണ്, Tയുടെ 20 ആണ്, Yയുടെ എന്താണ് 25 ആണ്. സി, അപ്പൊ നമുക്ക് ഈ ജ്യോതിയുടെ എങ്ങനെയാന്ന് കിട്ടി? ഈ ജ്യോതിയുടെ 5, 10, 15, 20, 25 ആണ്.
അപ്പൊ അത് ഓക്കെ. ഇനി അടുത്തത് ഇതേപോലെ RRB NTPC എക്സാമിന് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിൽ ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണം ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലാണ്. തന്നെ ഓർത്തിരിക്കാവുന്ന ഒരു കോഡാണ് സിഫിലൂറെക്സ്. നമ്മൾ ഈ കഫ് സിറപ്പ് ഒക്കെ പോലെ പറയുന്ന എന്തോ ആണ് സിഫിലൂറെക്സ് എന്ന് പറയുന്നത്. അപ്പൊ CFILORUX സിഫിലൂറെക്സ് എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾസിലായിരിക്കുന്നത്. സിഫിലൂറെക്സ് എടുത്തു കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾസിലായിരിക്കുന്നത്. അതായത് this is 3, this is 6, this is 9, this is 12. O is എന്താണ്? O is 15, R is 18, U is 21, X is 24. അപ്പം ഈ സിഫിലോറെക്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ഇത്രയും ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് ഒരു ലെറ്റർ നമുക്ക് തരുമ്പോൾ തന്നെ അതിന്റെ പ്ലേസ് വാല്യൂ ഓർക്കുക വെച്ചാൽ വിത്ത് പ്രാക്ടീസ് ആണ്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? ചില ലെറ്റേഴ്സിനെ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം ഈ ഇജോദീസ് വളരെ നല്ല ട്രിക്കാണ്. കാരണം EJOTY വരുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ എന്തറിയാം? 5ന്റെ മൾട്ടിപ്പിൾസിലാ പോകുന്നത്. ഈ സിഫിലോറെക്സ് ആണെങ്കിലും എങ്ങനെയാണ്? 3യുടെ മൾട്ടിപ്പിൾസിലാ പോകുന്നത്. ഇനി ചില ലെറ്റേഴ്സിന്റെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന പോലത്തെ ലെറ്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ പറയാ, നമ്മള് എച്ചിനെ എച്ച് വേണ്ട, I is 9 എന്ന് ഓർത്തിരിക്കുക. I എപ്പോഴും 9 ആണ് എന്ന് I എപ്പോഴും വരുന്ന ഒരു വേർഡിൽ എപ്പോഴും വരുന്ന ഒരു ലെറ്റർ ആണ് I. അപ്പൊ I9 എന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡൊക്കെ വെച്ച് I9 എന്നുള്ള രീതിയിൽ I is 9 എന്ന് ഓർത്തിരിക്കാം. ഇനി K is 11. നമ്മള് കിങ്സ് 11 പഞ്ചാബ് ഒക്കെ നമ്മള് ടീമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ K is 11 എന്ന് ഓർത്തിരിക്കാം. അതേപോലെ L എന്ന് പറയുന്നത് 12 ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി 12നെ നേരെ തിരിച്ചിടുന്നതാണ് 21. ദാറ്റ് ഇസ് U ആണെന്ന് ഓർത്തിരിക്കാം. നമ്മൾ ഈ I love you എന്നൊക്കെ പറയുമ്പോൾ ILU എന്നല്ല എഴുതുന്നേ. അപ്പൊ I is 9 ആണ്, L is 12 ആണ്, ആൻഡ് U എന്ന് പറഞ്ഞാൽ എന്താണ്? Lനെ നേരെ തിരിച്ചിട്ടിരിക്കുന്ന ആളാണ് 21 ആണെന്ന് ഓർത്തിരിക്കാം. ഇനി വിയും എക്സും ഓർത്തിരിക്കാനായിട്ട് V എന്ന് പറയുമ്പോ നമ്മൾ എന്താ 2 ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ V is 22 എന്ന് ഓർത്തിരിക്കാം. ഇനി എക്സ് എടുക്കുമ്പോ നോക്കിക്കേ, എക്സ് എന്ന് പറയുമ്പം 4 ലൈൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം 2 ലൈൻസിനെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ 1 2 3 4 4 വരുന്നുണ്ട്. അപ്പൊ എക്സ് ഇസ് 24 എന്ന് ഓർത്തിരിക്കാം. അപ്പൊ V എന്ന് പറയുമ്പോൾ 22 ആണ്, എക്സ് എന്ന് പറയുന്നത് 24 ആണ്. ഇനി എമ്മും ഡബ്ല്യു അല്ലെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എം എന്ന് പറയുന്നത് M is 13 ആണ്, W എങ്ങനെയാണ്? W is 23 ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഈ ലെറ്റേഴ്സിന്റെ ഒക്കെ പ്ലേസ് വാല്യൂ നമ്മൾ അപ്പൊ ഒരു ജസ്റ്റ് M എന്ന് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഓക്കെ ഇറ്റ് ഇസ് 13. W ആണ്, ഓക്കെ M തിരിഞ്ഞതാണ്, അപ്പൊ എന്താണ്? 23 ആണ്. വിയും എക്സും നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ എന്താണ്? ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. T is like 20 എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ T is 20. ഓക്കെ, അപ്പൊ T കാണുമ്പോഴേ T20 ആണ്. അല്ലെങ്കിൽ ഈ ജ്യോതിയിലും എന്തുണ്ട്? T ഉണ്ട്. ഈ ജ്യോതിയിലും T വരുന്നുണ്ട്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത ലെറ്റർ ഇതായിരുന്നു I is 9. ഓക്കെ, ഇത്രയും ആണ് മെയിൻ നമ്മൾ ഓർത്തിരിക്കേണ്ട ലെറ്റേഴ്സ്. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയിൽ ഏത് ലെറ്റേഴ്സിനെ നമുക്കിപ്പോ ഈ ജ്യോതി അറിയുമ്പോ തന്നെ നമുക്ക് ഇടയിലുള്ള ലെറ്റേഴ്സിനെ ഈസിലി ഫൗണ്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ ആറ് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. നമുക്ക് എന്താണ്? റൈറ്റ് ടു വോട്ട് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് കിട്ടുന്നത് 18ലാണ്. അതുപോലെ എച്ചിന് നിങ്ങൾക്ക് ഹൈറ്റ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം. H for height and H is 8. അപ്പൊ H 8 ആണ്, R 18 ആണ്. ഓക്കെ, H 8 ആണ്, R 18 ആണ്. അപ്പൊ R 18 ആവുമ്പോൾ നമുക്കറിയാം QR ആണല്ലേ വരുന്നത്. Q is 17, P is 16 ആണ് വരുന്നത്. അപ്പം F എന്ന് പറയുന്നത് 6 ആണ്, P എന്ന് പറയുന്നത് 16 ആണ്. ഇങ്ങനെയും റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. H എന്ന് പറയുന്നത് 8 ആണ്, ദിസ് ഇസ് എന്താണ്? R എന്ന് പറയുന്നത് 18 ആണ്. ഇനിയിപ്പോ I 9 ആണോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരാണെങ്കിൽ നമ്മളിപ്പോ ഐനെ മോസ്റ്റ്ലി ഇപ്പൊ ഞാൻ എപ്പോഴും ഐനെ ഇങ്ങനെയാണ് എഴുതുക. ഐന്ന്
അപ്പൊ ദിസ് റിസംബിൾസ് ലൈക്ക് എ 9 ലെറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ I9 ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഓർക്കണതെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും എല്ലാ ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുക എന്നുള്ളത്? സി, റീസണിങ് ഇസ് ഓൾ അബൌട്ട് അല്ലെ, ജനറൽ റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് ഇസ് ഓൾ അബൌട്ട് അവർ പ്രാക്ടീസ്. എല്ലാവർക്കും ഇതിന്റെ ആൻസേഴ്സ് കിട്ടും സമയം കുറച്ച് അധികം തരുവാണെങ്കിൽ. ബട്ട് ദ തിങ് ഇസ്, പ്രാക്ടീസ് ഉള്ള ആൾക്കാണ് ആ ഒരു സമയത്തിന്റെ കൺസ്ട്രെയിനുള്ളിൽ ആൻസർ കിട്ടുക. അപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു പ്ലേസ് വാല്യൂസ് അറിഞ്ഞിരിക്കും. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ എഴുതാം. അതായത് എ ബ്ലാക്ക് ആൻഡ് white, a black and white fox, quickly jumped over the സ്ലീപ്പിംഗ് ലേസി ഡോഗ്. ഈ ഒരു സെന്റൻസിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എല്ലാ ലെറ്റേഴ്സ്, എല്ലാ ആൽഫബറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എ തൊട്ട് സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഈ ഒരു സെന്റൻസിലുണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസ് നമ്മൾ ബുക്കിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലേസ് വാല്യൂ എഴുതി കൊടുക്കാം. അപ്പൊ എ എന്ന് പറയുമ്പോൾ എന്താണ്? എയുടെ പ്ലേസ് വാല്യൂ ഇസ് 1. ബിയുടെ പ്ലേസ് വാല്യൂ എന്താണ്? 2 ആണ് വരുന്നത്. എല്ലിന്റെ പ്ലേസ് വാല്യൂ എന്തായിരുന്നു? 12 ആണ്. വീണ്ടും എ 1, C is 3, K Kings 11, A എന്ന് പറഞ്ഞാൽ 1 ആണ്. N എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? C, N വന്നു. N നമ്മൾ പഠിക്കാത്ത ഒരു ലെറ്റർ ആയിരുന്നു. പക്ഷെ നമുക്കറിയാം M is 13 അല്ലെ. M ഉം W നമ്മൾ പഠിച്ചു. M 13 ആണ്. M കഴിഞ്ഞാണ് N വരുന്നത്. സോ ഒറ്റയടിക്ക് 14. D is 4. W എത്രയാ വരുന്നത്? M ഉം W അല്ലെ. W is 23. H എങ്ങനെയായിരുന്നു? H is height 8. I എത്രയാ? I is 9. T is 20 എന്ന് ഓർത്താൽ T is 20. E എങ്ങനെയാണ്? ഈ ജ്യോതിയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ്. E is 5 അല്ലെ. F വന്നു. F നമ്മൾ പഠിച്ചിട്ടുണ്ടോ? F നമ്മൾ പഠിച്ചിട്ടുണ്ട്. F is 6 അല്ലെ. F is 6. O, ഈ ജ്യോതിയാണ്. E J O ആണ്. O is 15. X അല്ലെ. X എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 24 ആണ്. സി, അപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഏത് ലെറ്റർ ആണ് നമുക്ക് കിട്ടാത്തത്. സോ ലൈക് ദ മോർ യു പ്രാക്ടീസ് നമുക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്ലേസ് വാല്യൂ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ എഴുതിക്കോളും. നമുക്ക് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ലാണ്ട് ഓട്ടോമാറ്റിക്കലി എഴുതുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തും. സി, അപ്പൊ നോക്കിക്കേ, ക്യൂ എത്രയാ വരുന്നേ? ക്യൂ എത്രയായിരുന്നു? R is 18 ആണ്. Q is 17. ഞാൻ Q എങ്ങനെയാണ് 17 ആണെന്ന് ഓർത്തിരിക്കുക. ഞാൻ ക്യൂവിനെ ക്വീൻ എന്നാണ് ഓർക്കുക. അപ്പൊ Q എന്ന് പറയുമ്പോൾ ക്വീൻ ആണ്, അതായത് റാണിയാണ്. അപ്പൊ ക്യൂ എന്ന് പറയുമ്പോ മറ്റേ R is രാജാവാണ്. അപ്പൊ രാജാവിന് 18 വയസ്സായി എന്നുള്ള പോലെയാണ് ഞാൻ ഓർക്കുക. R is 18. സോ ക്വീൻ എന്ന് പറഞ്ഞാൽ രാജാവിനേലും വയസ്സ് കുറവാണ്, 17 ആണ്. ഓക്കെ, യു നമുക്കറിയാം I love you എന്ന് ഓർത്താൽ മതി. L 12 ആണ്. അപ്പൊ U is നേരെ 21 ആണ്. U is 21, I is 9, C is 3, K is 11, L is 12, Y എത്രയായിരുന്നു? Y is 25. Then J വരും. J എത്രയായിരുന്നു? 10 ആണ്. U എത്രയായിരുന്നു? U is 21, M is 13, T എത്രയാ വരുന്നേ? T is 60. നമുക്കറിയാം TQR എന്നാ വരുന്നേ. P is 16, E is 5, D is 4. O is വീണ്ടും 15, V is 22, E is 5, R is 18, and T is 20, H is 8, E is 5. And S എത്രയാ വരുന്നേ? സി, S ഒന്ന് ഓർത്തിരിക്കുക. S is 19 അല്ലെ. നമുക്കറിയാം ടിക്ക് മുമ്പാണ് S വരുന്നത്. T is 20, S is 19, L is 12 ആണ്, E is 5, E is 5, and T is 16, I is 9, N എത്രയാ വരുന്നത്? N is 14. ഇനി G നോക്കിക്കേ. G എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എഴുതുമ്പോ തന്നെ, if I write a G letter, G എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എഴുതുമ്പോ തന്നെ നിങ്ങൾ നോക്കാം, G എന്ന് പറഞ്ഞ ലെറ്റർ എഴുതുമ്പോ തന്നെ അവിടെ ഒരു 7 ഒളിച്ചിരിക്കുന്നുണ്ട്. സി, ജിയുടെ ഇവിടെ ഒരു 7 ഉണ്ട് അല്ലെ. അപ്പൊ G is 7 എന്ന് നമുക്ക് ഓർക്കാം. G is 7 എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ G is 7. എവിടെ? G is 7. L is 12, A is 1, Z is 26,
Y എത്രയായിരുന്നു? Y is 25, D is 4, O is 15, G is 7. അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യാം? ലൈക് ജസ്റ്റ് രാവിലെ എണീക്കുമ്പോഴോ എപ്പോഴാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ഒരു എഴുതി നോക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോക്സ് ക്വിക്ലി ജംപ്ഡ് ഓവർ ദ സ്ലീപ്പിംഗ് ലേസി ഡോഗ്. ഇത് എഴുതി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ ഒരു എന്താ പറയുക, ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. പിന്നെ നമുക്ക് ഓരോ ഇപ്പം റീസണിങ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ച സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മറന്നുപോയി. എക്സാമിന് നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോഴും കുറെ പേര് കുറെ കാര്യങ്ങൾ മറന്നുപോകും. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല, കാരണം നമ്മുടെ ബ്രെയിനിൽ തന്നെ ശീലമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇത് എഴുതുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ടേബിൾസ്. നമ്മള് ടേബിൾസ് അപ് ടു ടേബിൾസ് ടിൽ ഒരു 25 വരെയുള്ള ടേബിൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. അതേപോലെ നമ്പറിന്റെ സ്ക്വയേഴ്സ് ഒരു ടിൽ എത്രയാണ്? ഒരു 29 വരെയുള്ള സ്ക്വയേഴ്സ് ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് ക്യൂബ്സ് ടിൽ ഒരു 19 വരെയുള്ള ക്യൂബ് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് പ്രൈം നമ്പേഴ്സും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പ്രൈം നമ്പേഴ്സ് അപ് ടു ഒരു 100 വരെ മാക്സിമം ചെയ്യണം. പക്ഷെ പ്രൈം നമ്പേഴ്സ് അപ് ടു എന്താണ്? ഒരു 1000 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ പോരെ. അപ്പൊ എന്താ വെച്ചാ നമ്മുടെ സമയം പോകും. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം. അപ്പം ടോപ്പേഴ്സ് ആവുന്ന അല്ലെങ്കിൽ എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് പുറമേ നോക്കുമ്പോൾ അവർ വളരെ നോർമൽ ആയിട്ട് പഠിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അവരുടെ ഉള്ളിൽ ഇതൊക്കെ അവർക്ക് അറിയാം. സോ ടേബിൾ, സ്ക്വയേഴ്സ്, ക്യൂബ്സ് ഒക്കെ നമ്മൾ എത്രത്തോളം ഇത് മൊമെന്റ് നമ്മൾ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കത്തും. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അതേസമയം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1 to 10 വരെയുള്ള ഏത് നമ്പേഴ്സിന്റെ ടേബിൾ ചോദിച്ചാലും നമുക്ക് അറിയുന്നുണ്ടാവും. ചിലപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും 1 to 20 വരെയൊക്കെ മിക്കവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു നമ്പേഴ്സിന് ഇപ്പൊ ഞാൻ പെട്ടെന്ന് 15ന്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 15 സ്ക്വയർ എത്രയാണ്. 15ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 225 ആണ് എന്നറിയാം അല്ലെ. സോ നമ്മുടെ നമ്പേഴ്സിന്റെ ഒരു സീരീസ് ഒക്കെ തരുവാണെങ്കിൽ അതിലൊരു 225 എന്ന് പറഞ്ഞ ഒരു നമ്പർ കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ പറയും അത് 15ന്റെ സ്ക്വയർ അല്ലേ എന്ന് പറയും. പക്ഷെ ദ തിങ് ഇസ് ഇപ്പൊ 15ന്റെ ക്യൂബ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമുക്ക് അറിയാത്തൊരു നമ്പർ ആണ്, പക്ഷെ ഇറ്റ്സ് എ പെർഫെക്റ്റ് ക്യൂബ്. അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ തന്നെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ദർ ഇസ് നോ പോയിന്റ്, ഞാൻ ഇവിടെ എല്ലാത്തിന്റെയും ടേബിൾസും ഒക്കെ ഇരുന്ന് പറയുന്നത് ദർ ഇസ് നോ പോയിന്റ്. അത് നമ്മൾ സ്വയം ചെയ്യേണ്ട വർക്കാണ്. സോ അത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. അത് ബൈ ഹാർട്ട് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അത് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. അപ്പൊ നമ്മള് അതെന്ത് ചെയ്യുക? അതെന്തായാലും നിങ്ങൾ തന്നെ വീട്ടിൽ ചെന്നിട്ട്, അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ബുക്കിൽ എഴുതി വെക്കുക. 25 വരെയുള്ള ടേബിളും ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി അല്ലെങ്കിൽ വാളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ നമ്മൾ ഇത് നമ്മൾ എന്താ പറയാ, ഡെയിലി കണ്ട് ഡെയിലി രാവിലെ എണീക്കുമ്പോൾ വായിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാ, ലൈക്ക് എനി ഹൗ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആൻഡ് ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത, നമുക്ക് ഇപ്പം ഈവൻ ഐ ഡോണ്ട് ലൈക്ക് ബൈ ഹാർട്ടിങ് ഇങ്ങനത്തെ ടേബിൾ, സ്ക്വയേഴ്സ്, ക്യൂബ്സ് ഒക്കെ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ബൈ ഹാർട്ട് ചെയ്തതാണ്. അപ്പം യൂഷ്വലി നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടിട്ട് ചെയ്യുമ്പോൾ വി ഫീൽ അയ്യോ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ആ സമയത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെന്ന്. പക്ഷെ നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു അച്ചീവ്മെന്റ് കിട്ടണമെങ്കിൽ വി നീഡ് ടു ഡു സംതിങ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ വി നീഡ് ടു എന്ത് ചെയ്യണം? നമ്മുടെ കംഫർട്ട് സോണിനൊക്കെ പുറത്തിറങ്ങണം. സോ സം ഹൗ അത് ബൈ ഹാർട്ട് ചെയ്യാം. യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഞാൻ തന്നെ അതിന് എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് അതിന് ഗ്യാരണ്ടി തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വളരെ ഈസിയാണ്. ഈ ലെറ്റേഴ്സ്, ഈ അനലോഗി എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂ എഴുതാനായിട്ട് പഠിച്ചു അല്ലെ. പ്ലേസ് വാല്യൂ എഴുതാനായിട്ടാണ് നമ്മൾ ഈ ജ്യോതിയും സിഫ്ലൂറക്സും ഒക്കെ വെച്ചിട്ട് കോഡൊക്കെ വെച്ച് പഠിച്ചത്. ഇനി ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്ത് തരും. അതായത് നമുക്കറിയാം, ഇപ്പൊ ABCD എഴുതുമ്പോ എക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾ എന്ന് പറയുന്ന ആരാണ്? Z ആണ് അല്ലെ. നമ്മൾ ലെറ്റേഴ്സിന് റിവേഴ്സ് ഓർഡറിൽ പോവുകയാണെങ്കിൽ എയുടെ പെയറായിട്ട് വരുന്നത്, ആ ഒരു റിവേഴ്സ് ഓർഡറും കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയുടെ പെയറായിട്ട് ഇവിടെ വരുന്നത് ആരാണ്? എക്ക് പെയർ ചെയ്ത് വരുന്നത് Z ആണ്.
എക്ക് പെയറായിട്ട് വരുന്നത് സെഡ് ആണ്. അപ്പൊ എന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സെഡ് എന്ന് എഴുതാം. തിരിച്ച് ഞാൻ ഇവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ 1 2 3 ഇങ്ങനെ പോവാണ്. റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ എക്ക് പകരം സെഡിനെ നമുക്ക് എന്ത് ചെയ്യാം, എന് നമുക്ക് സെഡ് വെച്ചിട്ടും എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എക്ക് സെഡ് എന്ന് പറയാം, ബിക്ക് വൈ എന്ന് പറയാം, സീനെ റിവേഴ്സ് ചെയ്തിട്ട് അവര് എക്സ് എന്ന് കൊടുക്കും, ഡിക്ക് പകരം ഡബ്ല്യു കൊടുക്കും, ഇക്ക് പകരം വി കൊടുക്കും, എഫിന് പകരം യു കൊടുക്കും, ജിന് പകരം ടി കൊടുക്കും. അപ്പൊ ഇതിനും നമുക്ക് എന്തുണ്ട്, ഇതിനും നമുക്കൊരു കോഡുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് എയും എക്സോ സെഡും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. എക്ക് സെഡ് ആണെന്നൊന്നും നമ്മൾ മറന്നുപോയില്ല. അതേപോലെ ബിക്ക് വൈ ആണ് എന്നും നമ്മൾ മറന്നുപോയില്ല. സീന് എക്സ് ആണെന്നും നമ്മൾ അങ്ങനെ മറക്കത്തില്ല. ഇനി ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്യൂ എന്ന് ഓർത്താൽ മതി അല്ലെ, DEW ഡ്യൂ എന്ന് പറയുമ്പോൾ ഡിയും ഡബ്ല്യൂയും ഒന്നാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇനി EV എന്ന് പറയുമ്പോൾ ഈവനിങ് എന്നൊക്കെ ഓർത്താൽ മതി. ഈവനിങ് എന്ന് പറയുമ്പോൾ ഇയും വിയും വരുന്നുണ്ട് അതിൽ, അപ്പൊ ഇയും വിയും ഒന്നാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇനി എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൺ എന്ന് ഓർത്താൽ മതി അല്ലെ, അപ്പൊ എഫും യുവും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഇനി ജി ടി അങ്ങനെ തന്നെ ഓർക്കണം. പണ്ട് കമ്പ്യൂട്ടറിലൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ GTA ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് ഓർക്കാം. ഞാൻ അങ്ങനെയാണ് GTA അതാണ് ഓർക്കുക. അപ്പൊ G is T ആൻഡ് H is like ഹൈ സ്കൂൾ എന്നൊക്കെ ഓർത്താൽ മതി. ഹൈ സ്കൂൾ എന്ന് ഓർത്താൽ മതി. അപ്പൊ നമുക്ക് എച്ചും എസും പെയർ ആണെന്ന് മനസ്സിലാവും. ദെൻ IR is നമ്മൾ പഠിക്കുന്ന എക്സാം തന്നെ ഓർത്താൽ മതി, ഇന്ത്യൻ റെയിൽവേ IR. ഇനി JQ നമ്മള് എന്താ പറയാ, ചീട്ടൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ, കാർഡ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം JQ അങ്ങനെയാണ് പേര് വരുന്നത് അല്ലെ, JQK. അപ്പം JQ ഓർക്കാം. ദെൻ KP അങ്ങനെ തന്നെ ഓർക്കാം. KP നമ്പൂതിരീസ് ഒക്കെ വെച്ചിട്ട് KP ഓർക്കാം. ദെൻ L ഓർക്കുന്നത്, L നമുക്ക് എങ്ങനെ ഓർക്കാന്നറിയോ, ലവ് എന്ന് ഓർക്കാം, LO. അപ്പൊ ഈ ലവ് ഓർത്ത രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ഓർക്കാം, എല്ലും ഓയും വിയും ഇയും. കണ്ടോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ലവ് എന്ന് ഓർത്ത രണ്ടാൾക്കാരായി, LO ആൻഡ് VE രണ്ടുപേർ. ആൻഡ് MN എന്ന് പറയുമ്പോൾ മാൻ എന്നൊക്കെ ഓർത്താൽ മതി, ദാറ്റ് ഇസ് MN. അപ്പൊ ഈ BY വേണമെങ്കിൽ നിങ്ങൾക്ക് ബോയ് എന്നൊക്കെ ഓർക്കാട്ടോ, പക്ഷെ BY ഒന്നും നമ്മൾ മറക്കത്തില്ലല്ലോ. ഇത് ബോയ്. CXന് ഇപ്പം CX ഒന്നും നമ്മളങ്ങനെ മറക്കില്ല. ആദ്യത്തെ ലെറ്റേഴ്സ്, ആദ്യത്തെ മൂന്നെണ്ണമൊക്കെ ആയത് നമുക്ക് അറിയാം. D ഒക്കെ വെച്ച് വരുമ്പോഴേക്കാണ് നമുക്ക് പിന്നെയും ഒരു ഡിഫറൻസ് വരാം, കൺഫ്യൂഷൻ വരാം. അപ്പൊ ഡ്യൂ, ഈവനിങ്, ഫൺ, GT, ഹൈസ്കൂൾ, IR, JQ, KP, ലവ് ആൻഡ് മാൻ. അപ്പൊ മാനും ഉണ്ട് ബോയും ഉണ്ട്. അപ്പൊ ഈ ഒരു റിവേഴ്സ് ഓർഡർ എന്ത് ചെയ്യുക, ഓർക്കാം. അപ്പൊ റിവേഴ്സ് ഓർഡർ നമ്മൾ ഓർത്തു. ഇനി വവ്വൽസും കൺസണൻസും അതും കൂടി കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ റിവേഴ്സ് ഓർഡർ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലെ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എന് സെഡ് ആണ്. റിവേഴ്സ് ഓർഡർ നമുക്ക് ഇവിടെ വൃത്തിക്ക് എഴുതാം. റിവേഴ്സ് ഓർഡറിലേക്ക് വരികയാണെങ്കിൽ എക്ക് സെഡ് ആണ്, ബിക്ക് വൈ ആണ്, സിക്ക് എക്സ് ആണ്, ഡി എന്ന് പറയുമ്പോൾ ഡ്യൂ ആണ്, DW. ഇ എന്ന് പറയുമ്പോൾ ഈവനിങ് ആണ്, അല്ലെങ്കിൽ ലവ് എന്ന് ഓർത്താലും മതി അല്ലെ. അപ്പൊ ABCDE. എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൺ ആണ്, FN ആണ്, FU ആണ് വരുന്നത് അല്ലെ. ഫൺ എന്ന് പറയുമ്പോൾ FU ആണ്, FU not FN, it is FU. ABCDEF. G is GT, AFG. H is high school, I is Indian Railway, HIJ. K is KQ അല്ലെ. K is HIJK എന്ന് പറയുമ്പോൾ KP ആണ്, KP നമ്പൂതിരീസ് ആണ്, HIJK. L is LO ആണ് വരുന്നത്. ഓക്കെ, J ഞാൻ മിസ് ചെയ്തു. J എന്തായിരുന്നു, J is JQ, HIJ. J is JQ, HIJK. K is KP, HIJK. L is LO, V കൂടി ഓർക്കാട്ടോ, ലവ്. ആൻഡ് MN is MN. അപ്പൊ ഇത്രയേ ഉള്ളൂ റിവേഴ്സ് ഓർഡറും എന്ത് ചെയ്തു, നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനിയില്ലേ നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ പല ക്ലാസ് കാണാം. ചില ക്ലാസ് ഒക്കെ കാണുമ്പോൾ അവര് നിങ്ങളുടെ അടുത്ത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ റിവേഴ്സ് ഓർഡർ മൊത്തം സൈഡിൽ എഴുതി വെക്കൂ, നമ്പേഴ്സ് മൊത്തം സൈഡിൽ എഴുതി വെക്കൂ എന്നുള്ള തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ആ ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. സോ അതൊന്നും ചെയ്യരുത്, സമയം പോകും. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഫുള്ളൊക്കെ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പേഴ്സണലി. എക്സാം പേപ്പറിൽ ഫുൾ എല്ലാം കൂടെ നിരത്തി പിടിച്ച് പ്ലേസ് വാല്യൂം ഒക്കെ എഴുതുന്നത്. ദാറ്റ് ഇസ് നമ്മുടെ സമയം കളയുന്ന മെത്തേഡാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. എത്രയും നമ്മൾക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുമോ അതേപോലെയാണ് ചെയ്യേണ്ടത്.
അപ്പം ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡയറക്റ്റ് പ്ലേസ് വാല്യൂ തരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. RRB NTPC എക്സാമിന് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിൽ ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണം ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലാണ്. ആക്ച്വലി എന്റെ ക്ലാസ്സിനോ എന്റെ ശബ്ദത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഓഡിയോ കേൾക്കാതാവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നായിരുന്നു. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായി പറഞ്ഞു പോകും. അപ്പൊ ഓഡിയോക്ക് ഓഡിയബിൾ അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ റിവേഴ്സ് ഓർഡർ കഴിഞ്ഞു. ഇനി മൂന്നാമത് വരാൻ പോകുന്നത് വവൽസും കൺസണൻസും വെച്ചിട്ടാണ്. അപ്പൊ വവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആരാണ്? AEIOU ആണ് അല്ലെ? AEIOU. അപ്പൊ വവൽസ് വരാം. ഇനി അടുത്ത എന്ത് വരാം? കൺസണൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൺസണൻസ് എന്ന് പറഞ്ഞാൽ വവൽസ് അല്ലാത്ത ബാക്കിയുള്ളവർ. വവൽസ് അല്ലാത്ത ബാക്കിയുള്ള ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫബറ്റ്സ് അതർ ദൻ വവൽസ് അല്ലെ? ആൽഫബറ്റ്സ് other than vowels. വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വവൽസും കൺസണൻസും കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകും. ഞാൻ ആദ്യം എഴുതിയ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Select the option that is related to the third letter cluster in the same way the second letter cluster is related to the first letter cluster. അതായത് ഈ മേക്കിനെ KM എന്ന് അവർ എഴുതി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിനെ എങ്ങനെ എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? ഒരു ക്വസ്റ്റ്യൻ കണ്ടു. നമ്മൾ ആദ്യം എന്താ ചെയ്യാം? അതും കൂടെ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ നമ്മൾ ആദ്യം നോക്കാം അതിന്റെ ലെറ്റേഴ്സിലേക്ക് നമ്മൾ നോക്കാം. ക്വസ്റ്റ്യന്റെ ലെറ്റേഴ്സിലേക്ക് നോക്കി. ഇവിടെ MAKE ആണ് ലെറ്റേഴ്സ്. ഇവിടെയോ AEKM ആണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ലെറ്റേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സ് സെയിം ആയിരിക്കും. അപ്പൊ സെയിം ലെറ്റേഴ്സ് ആയിരിക്കും ടൈപ്പ് 1-ൽ വരാം. അപ്പൊ സെയിം ലെറ്റേഴ്സ് എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ ACT. അതിനവർ എന്ത് എഴുതി എന്നറിയോ? CTA എന്ന് എഴുതി. എന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് RAT. അങ്ങനെയാണെങ്കിൽ RATനെ എന്തെഴുതും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സെയിം ലെറ്റേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ അതിനെ റീഅറേഞ്ച് ആണ് ചെയ്യുക. അറേഞ്ച്മെന്റ് അങ്ങ് മാറ്റുന്നതാണ്. സെയിം ലെറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അറേഞ്ച്മെന്റ് ആണ് ചെയ്യുക. ഓക്കെ, നോട്ട് ലൈക്ക് അറേഞ്ച്മെന്റ്. അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു കാര്യം ഓർക്കുക. ലെറ്റേഴ്സ് സെയിം ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലെറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ അവിടെ അറേഞ്ച്മെന്റിന്റെ ശ്രദ്ധയാണ് നോക്കേണ്ടത്. അതായത് ഇവിടെ ACT, ഇവിടെ എക്ക് ആദ്യത്തെ പൊസിഷൻ ഇവർ കൊടുത്തു, C രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷനിൽ T കൊടുത്തു. രണ്ടാമത്തെ വേർഡ് നോക്കിക്കേ, C. രണ്ടാമത്തെ പൊസിഷൻ ഉണ്ടായിരുന്ന സീനെയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ പൊസിഷനിലുള്ള ടീനെ വെച്ചു. ദെൻ ആദ്യത്തെ പൊസിഷനിലുള്ള എനെ വെച്ചു അല്ലെ? അപ്പൊ അതേപോലെ തന്നെ റാറ്റിനും ചെയ്യാം. ഇതാണ് 1, 2, 3. ഇവിടെ നമ്മൾ പ്ലേസ് വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്? അല്ല, അതിന്റെ പൊസിഷന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? നോട്ട് പ്ലേസ് വാല്യൂ, പൊസിഷന്റെ വാല്യൂ ആണ് അല്ലെ? ജസ്റ്റ് എന്താണ് അതിന്റെ ഫസ്റ്റ് വെച്ചിരിക്കുന്ന എനെ ആണ്, അതിനെ അവർ ലാസ്റ്റ് കൊണ്ടുവച്ചു. അപ്പൊ ആദ്യം വെച്ചിരിക്കുന്ന ആറിനെ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് കൊണ്ട് ആറിനെ വെക്കാം. രണ്ടാമത് വെച്ചിരിക്കുന്ന എനെ എടുത്ത് ഫസ്റ്റ് വെക്കാം. ദെൻ മൂന്നാമത് വെച്ചിരിക്കുന്ന ടീനെ എടുത്ത് നടുക്ക് വെക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി എന്ത്? ATR എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി അല്ലെ? 2, 3, 1 ആണ് വരുന്നത്. 2, 3, 1 ശരിയല്ലേ? എന് 2 സെക്കൻഡിൽ എനെ വെച്ചു. ദെൻ T. ഓക്കെ, ATR എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഇറ്റ്സ് കറക്റ്റ് അല്ലെ? അപ്പം ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സെയിം ലെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് വരും. സോ നമുക്ക് ടൈപ്പ് 1 ഇത് ചെയ്യാം അല്ലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇറ്റ്സ് എ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ. നോക്കിക്കേ, MAKE ആണ്, AEKM. രണ്ട് ലെറ്റേഴ്സും സെയിം ആണ്. അപ്പൊ അവരെന്ത് ചെയ്തിരിക്കും?
അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാനിവിടെ ഓപ്ഷൻ തരാം, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. എനിക്ക് ആൻസർ പറഞ്ഞുതരൂ. TSUJ. ഓപ്ഷൻ ബി ഇസ് UTSJ. സി, റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്യാതെ ചുമ്മാ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞല്ലേ ഒരു കാര്യമില്ല കേട്ടോ. JUST. ദ മൊമെന്റ് പെന്നും പേപ്പറും എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. വൺ ഓഫ് ദീസ് എല്ലാ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം. എന്നാലും നിർത്തി. ഓക്കെ, ദിസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരും ആൻസർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. എന്താണ് ജസ്റ്റ് പ്ലേസ് വാല്യൂ അങ്ങ് അസൈൻ, പ്ലേസ് വാല്യൂ അല്ല, ജസ്റ്റ് അതിനൊന്ന് അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, MAK എന്ന് പറയുമ്പോൾ M ആണ് ഫസ്റ്റ് ലെറ്റർ, ദിസ് ഇസ് സെക്കൻഡ് ലെറ്റർ, ദിസ് ഇസ് തേർഡ് ലെറ്റർ, ദിസ് ഇസ് ഫോർത്ത് ലെറ്റർ. ഫസ്റ്റ് ലെറ്ററിനെ അവർ കൊണ്ട് ലാസ്റ്റ് ഇട്ടു. ദെൻ എനെ സെക്കൻഡ് ലെറ്റർ ഇവിടെ, ഫോർത്ത് ലെറ്റർ, K is തേർഡ് ലെറ്റർ. K എന്ന് പറയുന്നത് തേർഡ് ലെറ്റർ ആണ്, E എന്ന് പറയുന്നത് ഫോർത്ത് ലെറ്റർ ആണ്. ശരിയാണ് അല്ലെ. 2 4 3 1 എന്നുള്ള രീതിയിൽ വന്നു. അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ ഈ ജസ്റ്റിനെയും അതേപോലെ അറേഞ്ച് ചെയ്താൽ മതി. 2 4 3 1 ജസ്റ്റിനെ അറേഞ്ച് ചെയ്യാം. അപ്പം 1 2 3 4 അല്ലെ. അപ്പൊ 2 is U ആണ്. U ആണ് 2 പൊസിഷനിൽ വരുന്നത്. ഫോർത്ത് പൊസിഷനിൽ വരുന്ന ആരാണ്? T ആണ്. തേർഡ് പൊസിഷനിൽ വരുന്നത് S ആണ്. UTSJ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഇസ് നമ്മളുടെ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ്. ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി ടൈപ്പ് 2 ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ വാട്ട് ഇസ് ടൈപ്പ് 2? ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ലെറ്റേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ലെറ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണ്? പ്ലേസ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഡിഫറെന്റ്. ലെറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ലെറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? അസൈൻ പ്ലേസ് വാല്യൂ. നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യണം. അസൈൻ പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിളിലേക്ക് പോവാണെങ്കിൽ TOK അതിനെ അവര് QPL എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ MIT നെ നമ്മൾ എന്ത് വിളിക്കും? പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം. P എത്രയായിരുന്നു? P is 16 അല്ലെ. P is 16, O is 15, K is 11. Q എത്രയായിരുന്നു? ക്വീനിന് 17 years ആണ്. P is 16 ആണ്. സി, ഞാൻ F ഉം P ഉം ഇങ്ങനെ ഓർത്തിരിക്കാം. F എന്ന് പറഞ്ഞാൽ 6 ആണ്. ആൻഡ് Fന്റെ ഇത് കവർ ചെയ്യുമ്പോഴാണ് P വരുന്നത്. അപ്പൊ P is 16. ഓക്കെ, H എന്ന് പറഞ്ഞാൽ 8 ആണ്. സി, Hന്റെ ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ H ഒരു 8 പോലെ ആവും അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്താൽ H becomes an 8. ആൻഡ് Hന്റെ 18 എന്ന് പറഞ്ഞാൽ ആരാണ്? 6 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഇനി എന്തായിരുന്നു? L is 12 അല്ലെ. L is 12 ആണ്. ദെൻ ഇനി എന്താ? അടുത്ത ആളുടെ പ്ലേസ് വാല്യൂ എമ്മിന്റെ പ്ലേസ്. M is 13, I is 9, P is 16. ഇനി നോക്കാം, ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. T എന്ന് പറയുന്നത് 16 ആണ്. അത് 17 ആയി, 15 16 ആയി, 11 12 ആയി. ഇത് നിങ്ങൾക്ക് ഞാനിട്ട് എക്സാമ്പിൾ ആയതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് ഇട്ടിരിക്കുന്നത്. എന്താണ്? എല്ലാത്തിന്റെയും കൂടെ ഒരു 1 കൂട്ടി അല്ലെ. എല്ലാത്തിന്റെയും കൂടെ 1 കൂട്ടുകയാണ് ചെയ്തത്. അയ്യോ, ഇങ്ങനെയല്ല, തിരിച്ചു. അതായത് എന്ത് ചെയ്തു? Tനെ Q ആക്കിയപ്പം 1 കൂട്ടി, Oനെ P ആക്കിയപ്പം 1 കൂട്ടി, Kനെ L ആക്കിയപ്പോ 1 കൂട്ടി. അപ്പൊ ഇവിടെ നിന്ന് എല്ലാം 1 കൂട്ടിയാൽ മതി അല്ലെ. 13 എങ്ങനെയാവും? 14 10 17 എന്നുള്ള പോലെ ആകും. അപ്പൊ ആരാണ് വരിക? 14 is N, 10 is J and 17 ആരാ വരുന്നത്? Q ആണ് അല്ലെ. ക്വീൻ ആണ് 17, Q is 17. അപ്പൊ NJQ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, ഈസിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് MAKE of the same question. അതിനെ നമ്മൾ EEKM എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ JUST നെ
എന്തെഴുതും? ചാടിക്കേറി പറയുന്നതിന് മുമ്പ് ഞാൻ ഓപ്ഷൻസ് തരാം. UJTS. Option B is UTSS. Option C is JSTU. Option D is UTJS. ഒന്ന് ആലോചിച്ചോക്ക. നേരത്തെ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ എന്താ ചെയ്തത്? പ്ലേസ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു അല്ലെ? പ്ലേസ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നോക്കി അല്ലെ, രണ്ടുപേർക്കും സെയിം ലെറ്റേഴ്സ് ആയിരുന്നു. നമ്മൾ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് UTSJ എന്ന് വന്നു അല്ലെ? UTSJ എന്ന് വന്നു. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. സി, ഈ രണ്ട് ക്വസ്റ്റ്യനും രണ്ട് ഡിഫറെന്റ് ഇയേഴ്സിലായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് രണ്ട് ഡിഫറെന്റ് ഇയേഴ്സിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ വർഷം ചോദിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ഇട്ടു. സ്റ്റാറ്റസ് എന്താണ്? വളരെ ഈസി ആയിട്ട് റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ട് അറേഞ്ച്മെന്റിൽ മാറ്റുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. സെക്കൻഡ് ഇയർ അവർ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. ആൻഡ് എല്ലാവരും വിചാരിച്ചു എന്ത്? ക്വസ്റ്റ്യൻ തെറ്റിയതാണ്, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, ഇവിടെ ശരിക്കും UTSJ എന്നായിരുന്നു വരേണ്ടത്, ഇവർക്ക് തെറ്റിയതാണ്. പക്ഷെ അല്ല, ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. എങ്ങനെയാ വന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഓപ്ഷൻ സി വന്നത്? യെസ്, ഓർഡർ അനുസരിച്ചിട്ടാണ്. യെസ്, വെരി ഗുഡ്. നമ്മൾ എന്താണ് അതിന് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി അല്ലെ? നമ്മള് ലെറ്റേഴ്സിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AEKM ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പോകുന്നത് അല്ലെ? അപ്പൊ JUST നമ്മൾ അങ്ങനെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ആദ്യം എന്ത് വരും? ആദ്യം J വരും, അതിനുശേഷം S വരും അല്ലെ? STU എന്ന് വരും. സോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ലെറ്റേഴ്സിന്റെ പ്രോബ്ലം വന്നാൽ നമ്മുടെ ബ്രെയിൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. വവൽസിന് മാറ്റുന്നുണ്ടോ? റിവേഴ്സ് ആണോ? അതോ ഇനിയിപ്പോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുവാണോ? അതോ പ്ലേസ് വാല്യൂന്റെ ആണോ? ഈ 4 ചിന്തകൾ മാത്രം പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ മാസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ദ മോർ ക്വസ്റ്റ്യൻസ് വി ഡു, നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ഇത് ഇരിക്കും എന്നുള്ളതാണ്. ജപ്പാൻ, അതിന് ഞാൻ NAQAJ എന്ന് എഴുതും. ഓക്കെ, ഇന്ത്യയിൽ ഞാൻ എങ്ങനെ എഴുതും? ഇന്ത്യനെ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ തരാം, നിങ്ങൾ നോക്കുക, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അതർവൈസ് എല്ലാ ഓപ്ഷൻസ് എഴുതുന്നത് എന്തിനാ വെറുതെ? നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്യുക. ചെയ്തില്ലെങ്കിൽ AIENI. വെരി ഗുഡ് സൗരവ് പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ്? സിമ്പിൾ അല്ലേ? നോക്കിക്കാം. എന്നും സെയിം വന്നു, എയും സെയിം വന്നു. TQI അല്ലെ? അത് നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവും. ടീനെ ഇവർ Q ആക്കി അല്ലെ? അപ്പൊ പിയുടെ കൂടെ ഒന്ന് കൂട്ടി അല്ലെ? ഇനി എനെ വീണ്ടും അതേപോലെ എഴുതി, ദെൻ ജെനെയും അതേപോലെ എഴുതി അല്ലെ? അപ്പൊ മിഡിൽ ലെറ്ററിനെ മാത്രം ഒന്ന് കൂട്ടുക, ബാക്കിയുള്ള ലെറ്റേഴ്സിനെ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എടുത്തെഴുതുക. അപ്പം ഇവിടെ എന്താണ്? ഇന്ത്യ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എനെ അങ്ങനെ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ഐനെയും എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ഡിയുടെ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. അപ്പൊ ABCD കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഇ വരും. അത് കഴിഞ്ഞ് N എന്ത് ചെയ്യണം? N അങ്ങനെ തന്നെ എഴുതണം. ദെൻ I അങ്ങനെ തന്നെ എഴുതണം. കണ്ടോ? ഈസി അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. എങ്ങനെയാണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. RAMP, റാമ്പിനെ ഞാൻ IZNK എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ CEI
LING സീലിങ്ങിനെ ഞാൻ എന്ത് എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് റിവേഴ്സ് ഓർഡർ ആണല്ലേ. റിവേഴ്സ് ഓർഡർ ആണ്. സി അവരെന്താ ചെയ്തിരിക്കുന്നത്, ആറിനായി കൊടുത്തു. നമ്മൾ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആറിനായി കൊടുത്തു, എക്ക് സെഡ് കൊടുത്തു, എമ്മിന് എം കൊടുത്തു, പിക്ക് കെ കൊടുത്തു, അല്ലെ കെ പി. അപ്പൊ നമ്മളറിയാം സി എന്തായിരുന്നു, സി ഇസ് എക്സ്. ഇ ഈസ് ഈവനിങ്. ഐ എന്തായിരുന്നു, ഐ ഇസ് ഇന്ത്യൻ റെയിൽവേ. എൽ എന്തായിരുന്നു, ലവ് ആണ്, LSO. ഐ വീണ്ടും എന്താണ്, ആറാണ്. എൻ എന്തായിരുന്നു, മാൻ എന്നാണ്, അപ്പൊ എം ആണ്. ആൻഡ് ജി എന്തായിരുന്നു, GT ആണ്, ടി. അപ്പം എന്ത് കിട്ടി, XVRORNT എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ACEG അതിന് ഞാൻ DFHJ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ QSUW എങ്ങനെ എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ. എഴുതും പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം. 1, 3, 5, 7, 4, 6, 8, 10. എന്താ ചെയ്യുന്നത്, 1 4 3 6 5 8 7 10. എല്ലാത്തിന്റെയും കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, 3 ആഡ് ചെയ്യാണ് അല്ലെ. എല്ലാത്തിന്റെയും കൂടെ ഒരു 3 പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താം. Q is 17, S is 19, U is 21, W is 23. എല്ലാത്തിന്റെയും കൂടെ 3 കൂട്ടിയാൽ മതി. അപ്പൊ Qന്റെ കൂടെ 3 കൂട്ടി ഇവിടെ ഞാൻ എഴുതാം. നമ്മൾ ആദ്യം ചെയ്യുന്നതുകൊണ്ട് 20, 12, 19, 1 20, 22, 21 3 24, 23 3 26, 26 is Z, 24 is X, 22 is V, 20 is T. അപ്പൊ TV X Z എന്ന് കിട്ടി, അല്ല TV X Z എന്ന് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇതൊക്കെ ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ കുറച്ച് ഓക്കെ, നമ്മൾ ബേസിക് ആണ്. ഇനി നമുക്ക് കുറച്ച് വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ EASY EC നമ്മൾ എന്ത് എഴുതി, IETZ എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ LAKE നമ്മൾ എങ്ങനെ എഴുതും, ലേക്കിനെ നമ്മൾ എങ്ങനെ എഴുതും? ഞാൻ ഓപ്ഷൻസ് തരാം, ഇതിൽ നിങ്ങൾ ആൻസർ പറയാം. MELI ഓപ്ഷൻ D, PEFL ഓപ്ഷൻ C, PELI ഓപ്ഷൻ D, MDKL. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം, എന്നിട്ട് നോക്കാം എത്രയാണ് ആൻസർ വരുന്നത് നോക്കാം. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം, നോക്കാം. കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് പോവാണ്. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്, ഇക്ക് 5 ആണ് വരുന്നത് അല്ലെ. ഇക്ക് 5 ആണ്, എക്ക് 1 ആണ്, എസിന് 19 ആണ്, വൈക്ക് 25 ആണ്, I 9, E 5, T is 20, ദിസ് is 26 ആണ് വരുന്നത്. അപ്പൊ പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 5
5 9 ആയി, 1 5 ആയി, ദെൻ 19നും 25നും പ്രത്യേകിച്ച് എന്താണ് 1 വെച്ച് കൂടുകയാണ് ചെയ്തത് അല്ലെ. 19നും 25ഉം 1 വെച്ച് കൂടുകയാണ്. സോ ആ ഒരു ലോജിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ എന്താ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇതായതും ഇ ആയതും +4 ചെയ്തപ്പോഴാണ് അല്ലെ. ഇനി എസും വൈയും നോക്കുകയാണെങ്കിൽ ഓരോന്ന് വെച്ചേ കൂടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലോജിക്ക് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കും. LS 12 ആണ്, AS 1 ആണ്. അപ്പൊ ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്യണം, 4 വെച്ച് കൂട്ടണം. ആദ്യത്തെ 2 ലെറ്റേഴ്സിനെ 4 വെച്ച് കൂട്ടി എന്ന് വിചാരിക്കുക. അപ്പം 12 4 16, 1 4 5 എന്ന് വരും. ആൻഡ് കെയും ഇയും അടുത്ത ലെറ്റേഴ്സ് വരണം. കെ ഇസ് 11 ആൻഡ് ഇ ഇസ് 5 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 12ഉം അടുത്ത ഇയുടെ 6ഉം വരണം. അപ്പൊ 16 എന്ന് പറയുന്ന പി ആണ്, 5 എന്ന് പറഞ്ഞാൽ ഇ ആണ്, 12 എന്ന് പറയുന്നത് എൽ ആണ്, ആൻഡ് എന്താണ് 6 എന്ന് പറയുന്ന ആരാണ്, 6 എന്ന് പറയുന്ന എഫ് ആണ് അല്ലെ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ക്വസ്റ്റ്യനിൽ. സോ ഒരിക്കലും നമ്മൾ ഇപ്പം ഓപ്ഷൻ ബി നമുക്ക് നോക്കുമ്പോൾ ഇതും ഈ ഓപ്ഷൻ ബിയും തമ്മിൽ ഒരു സിമിലാരിറ്റി, ഒബ്വിയസ്ലി അങ്ങനെ ഒരു സിമിലാരിറ്റി വരും. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ഓപ്ഷൻ തെറ്റാ, ഈ ക്വസ്റ്റ്യൻ തെറ്റാ. അങ്ങനെ ഇല്ല. അവർ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഓപ്ഷൻസ് ഇടുന്നത്. സോ ഈ ഒരു ലെറ്റർ കോഡിങ്ങിന്റെ അല്ലെങ്കിൽ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളിൽ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിട്ട് ആ ഓപ്ഷൻ തെറ്റാണ്, ഈ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ഇല്ല. ഇത് ഇങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ ഈ ഒരു തിങ്കിങ്, ഇപ്പൊ നമ്മൾ ചെയ്ത പോലത്തെ ഈ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക് തിങ്കിങ് ആണ്. നോർമലി എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കാം. പക്ഷെ അതെന്താണ്, ദാറ്റ് ഇസ് നോട്ട് ഇൻ ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. സി SSCക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, SSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ, നമുക്കറിയാം RRBയുടെ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, SC തന്നെയാണ്, ആ സെയിം ക്വസ്റ്റ്യൻസ് വരാം. സോ മോസ്റ്റ്ലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ചെയ്യുമ്പോൾ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, വേറെ രീതിയിൽ ചിന്തിക്കണം. അപ്പൊ വേറെ രീതി ചിന്തിച്ച് നോക്കാം അല്ലെ. എന്ത് ചെയ്തു, ഇയും എയും അല്ലെ. വേറെ രീതിയിൽ എന്താ, നമുക്കും ആകെ 4 രീതിയിൽ ചിന്തിക്കാനുള്ളൂ. ആദ്യത്തെ രീതി പ്ലേസ് വാല്യൂ എഴുതി നോക്കി കിട്ടുന്നുണ്ടോ, ഇല്ല. രണ്ടാമത്തെ രീതി റിവേഴ്സ് ഓർഡർ ആണോ, റിവേഴ്സ് ഓർഡറും അല്ല അല്ലെ, ഈയുടെ റിവേഴ്സ് ഒന്നും അല്ല, അപ്പൊ റിവേഴ്സ് ഓർഡർ അല്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, വവ്വൽസ് ആണ് നോക്കേണ്ടത്. വവ്വൽസ് ഉണ്ടോ, ഉണ്ട്. ഇയും എയും വവ്വൽസ് ആണ്. അപ്പം വവ്വൽസിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, വവ്വൽസിന്റെ കൂടെ 4 ആഡ് ചെയ്തു അല്ലെ. വവ്വൽസിന്റെ കൂടെയാണ് നമ്മൾ 4 ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൺസോണൻസിന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ട്രിക്ക് കിട്ടി. എന്താണ്, ആഡ് 4 ടു വവ്വൽസ്. വവ്വൽസിനാണ് 4 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് ആഡ് 1 ടു കൺസോണൻസ്. ഇപ്പൊ ഇറ്റ് മേക്ക് സെൻസ് അല്ലേ. ഇപ്പൊ ഇറ്റ് മേക്ക് സെൻസ്. അതായത് നേരത്തെ ആണെങ്കിലും നമുക്ക് തോന്നും, അയ്യ ഇത് എന്ത് ഓർഡർ ആണ്, ആദ്യത്തെ 2 എണ്ണത്തിന് 4 കൂട്ടുക, പിന്നെയുള്ള 2 എണ്ണത്തിന് 1 കൂട്ടുക. വേണമെങ്കിൽ ഇപ്പൊ സി if there is an option PELF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിൽ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നെവർ തിങ്ക് ലൈക്ക് 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരും. ഒരിക്കലും ഇല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്കിപ്പോ 4 രീതിയിൽ ചിന്തിക്കാം. ഈ 4 രീതിയിൽ ചിന്തിച്ചിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. സൈമിൾട്ടേനിയസ്ലി രണ്ട് ഓപ്ഷൻസും വരുന്നുണ്ടാവില്ല. സോ നമ്മൾ സേഫ് സോണിലാണ്. അപ്പൊ എന്താണ്, വവൽസിന്റെ കൂടെ 4 ആഡ് ചെയ്ത് കൊടുക്കുക, കൺസോണൻസിന്റെ കൂടെ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുക. എന്തായിരുന്നു നമ്മുടെ വേർഡ്, ലേക്ക് എന്നായിരുന്നു അല്ലെ. അപ്പൊ ലേക്കിനെ നമുക്ക് ഒന്നും കൂടി എടുത്ത് എഴുതാം, LAKE. അപ്പൊ നമുക്കറിയാം എല്ലും കെയുമാണ് ആര്, എല്ലും കെയുമാണ് കൺസോണൻസ്. അപ്പൊ എല്ലിന്റെ നെക്സ്റ്റ് ലെറ്റർ ആരാണ്, എല്ലിന്റെ നെക്സ്റ്റ് ലെറ്റർ M ആണ് അല്ലെ. കെയുടെ നെക്സ്റ്റ് ലെറ്റർ ആരാണ്, കെ കഴിഞ്ഞു കഴിഞ്ഞാല് L ആണ് അല്ലെ. ഇനി എയുടെ കൂടെ 4 കൂട്ടണം. എയുടെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ ആരാ വരിക, A is 1 ആണ്. 1 + 4 is 5. 5 ആരാണ്, E ആണ് വരുന്നത് അല്ലെ. എയുടെ കൂടെ എന്ത് ചെയ്യണം, +4 ചെയ്യുക. ഇയുടെ കൂടെ എന്ത് ചെയ്യണം, +4 ചെയ്യുക. E is 5 ആണ്. ഇതിന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 9 വരും. ആരാണ് 9? 9 is I. സോ ഓപ്ഷൻ MELI എന്നാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ A is the correct answer. A ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ട്വിസ്റ്റ് എവിടെ എന്ന് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നല്ലേ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ ഒരേപോലത്തെ റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലെ.
പക്ഷെ നമുക്ക് കുറച്ച് ട്വിസ്റ്റും കുറച്ച് ഡിഫറൻസും ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ചിലപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൽ ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എന്നൊക്കെ. ഉണ്ടാവും, ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. ട്രീനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാം. പ്ലേസ് വാല്യൂ അസൈൻ ചെയ്യാലോ, ഈസി ആയിട്ട് അസൈൻ ചെയ്യാം. എൽ എത്രയായിരുന്നു? LS12, LS12, A is 1, M is 13, E is 5, O is 15, X is 24, P is 16, B is 2. ഇനി ബന്ധം അല്ലെ, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാം. ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടോ? 12 15 ആയി, ഓക്കെ, 3 കൂട്ടി. 1 24 ആയി, 23, 13 16 ആയി, 2 കൂട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ ബന്ധങ്ങളൊന്നും കാണുന്നില്ല അല്ലെ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഉള്ള ബന്ധങ്ങളൊന്നുമില്ല. ഇനി വേറെ നോക്കാം. വേറെ ബന്ധം നോക്കാൻ നേരത്ത് LO AX MP വരുന്നുണ്ട്, EB അല്ലെ. അപ്പം ആദ്യത്തെ ലെറ്റർ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ലെറ്ററിന്റെ കൂടെ നമ്മൾ 3 കൂട്ടി അല്ലെ. സി, ഇവിടെ ഒരു ബന്ധം. ആദ്യത്തെ ലെറ്ററിന്റെ കൂടെ എല്ലിന്റെ കൂടെ നമ്മൾ 3 കൂട്ടുകയാണ് ചെയ്തത്. എയിൽ നിന്ന് 3 കുറച്ച് നോക്കുക, എന്ന് 3 കുറച്ച് നോക്കുക, ആരെ കിട്ടും? എക്സിനെ കിട്ടും അല്ലെ. സി, നമ്മളിങ്ങനെ XYZ A എന്നാണ്. അപ്പൊ എയിൽ നിന്ന് 3 കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിനെ ആ കിട്ടുന്നത്. അങ്ങനെ ബാക്ക്ലിക്സ്. ദിസ് ഇസ് ലൈക്ക് സെഡിൽ തീരുന്നില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതി പോവാം. ABCD എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദർ ഇസ് നോ എൻഡിങ്. സെഡ് കഴിഞ്ഞ് പിന്നെയും ABCDEFG, പിന്നെയും സെഡ് കഴിഞ്ഞ് അങ്ങനെ പോവാം. അപ്പൊ എയിൽ നിന്ന് 3 കുറച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഓക്കെ, റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്, എക്സ് കിട്ടും. ഇനി ഇപ്പൊ നോക്കിക്കേ, അടുത്ത വീണ്ടും എമ്മിന്റെ കൂടെ എന്ത് ചെയ്തു? 3 കൂട്ടിയാൽ P കിട്ടി. ഇന്ന് 3 കുറച്ചാൽ എന്ത് കിട്ടി? B കിട്ടി. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ട്രിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ ആളുടെ കൂടെ എന്ത് ചെയ്തു? 3 കൂട്ടുക അല്ലെ. ആദ്യത്തെ ആളുടെ കൂടെ 3 കൂട്ടുക, ആദ്യത്തെ ആളുടെ കൂടെ 3 കൂട്ടുക, രണ്ടാമത്തെ ആളിൽ നിന്ന് 3 കുറയ്ക്കുക, പിന്നെയും 3 കൂട്ടുക, പിന്നെയും 3 കുറയ്ക്കുക. അതാണ് നമ്മുടെ ട്രിക്ക്. അപ്പൊ ഇനിയിപ്പോ ടിയുടെ എഴുതിക്കോ. T is 20, R is 18, 5 5 അല്ലെ. അപ്പം 20ന്ന് 3 കൂട്ടുക, അപ്പൊ 23 വരും. 23 ആരാണ്? ഹൂസ് 23? W ആണ് 23 എന്ന് പറയുന്നത്. ദെൻ 18ൽ നിന്ന് 3 കുറയ്ക്കുക, അപ്പൊ ആര് വരും? 15 ആണ്. 15 is O. ദെൻ എന്ത് ചെയ്യാ? 5ന്റെ കൂടെ 3 കൂട്ടുക, 8 വരും. ആരാണ് 8? H is 8. 5ന്ന് 3 കുറയ്ക്കുക, 2 വരും. ആരാണ് 2? B ആണ് 2. WOHB എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രെയിൻ നല്ല രീതിയിൽ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ആ എക്സാമിന്റെ പ്രഷറിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവര് തമ്മിൽ ഇങ്ങനെയാണ് ബന്ധം എന്നൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടില്ല. അപ്പൊ ആ എക്സാമിന്റെ ടെൻഷനിലും ഇത് ഓർമ്മയിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ടേബിൾസിന്റെ കാര്യമാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് 7 8 ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അൺനോയിങ്ലി നമ്മള് 7 8 ആർ എത്രയാണെന്ന് പറയും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മളത് ഓക്കെ എനിക്കത് 7 8 ആർ എത്രയാണെന്ന് ഓർത്തിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണോ? അല്ല, നമ്മൾ അൺനോയിങ്ലി അങ്ങനെ പഠിച്ച് നമ്മുടെ ബ്രെയിനിലുള്ളതാ. അപ്പൊ അതേപോലെയാണ് ലെറ്റർ കോഡിങ്ങും വരേണ്ടത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് എന്ത് എഴുതണം? ഈ സാധനം എഴുതണം. എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? A black and white fox quickly jumped over the sleeping lazy dog. ഈ ഒരു ഇത് എഴുതുക. എഴുതിയിട്ട് നിങ്ങൾ ലെറ്റേഴ്സ്, നമുക്ക് തോന്നുന്നു ഇത് എനിക്ക് അറിയാം, ഇത് എഴുതണമെന്ന്. പക്ഷെ എഴുതുക, എന്താ പറയുക, ഒന്നും ചിന്തിക്കാതെ A-ക്ക് 1 B-ന് 2 എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ലൈക്ക് യു ജസ്റ്റ് ട്രൈ റൈറ്റിംഗ് ഇറ്റ്. അങ്ങനെ ഒരു മാസം എഴുതാൻ ഞാൻ പറയും. 30 days എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും എഴുതണ്ട. 30 days എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 15 days കൂടുമ്പോ എഴുതിയാൽ മതി. അങ്ങനെ ഒരു കുറച്ച് നമ്മുടെ എക്സാം തീരുന്നവരെങ്കിലും യു ജസ്റ്റ് ട്രൈ ദിസ്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ പിന്നെ ഈ പ്ലേസ് വാല്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എല്ലാവരുടെയും സമയം പോകുന്നത് ക്വസ്റ്റ്യൻ കണ്ട് റിലേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പ്ലേസ് വാല്യൂ എഴുതിയാണ് ആളുകളുടെ സമയം പോവുക. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. RRB NTPC എക്സാമിന് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിൽ ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണം ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലാണ്.